ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമുക്ക് നല്ലൊരു സ്നാക്ക് റെഡിയാക്കാൻ വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. എളുപ്പത്തിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോ എന്താണെന്ന്. അപ്പോൾ ഇവിടെ 4 കഷ്ണം മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് അല്ലാത്ത ഉരുളക്കിഴങ്ങ് എടുക്കാവുന്നതാണ്. ഇതിനെ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. സ്റ്റീം ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വേവിക്കാൻ പോകുന്നത്. ഇതിനെ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല. അതിനായിട്ടാണ് ഞാൻ സ്റ്റീം ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇത് നമുക്ക് സ്റ്റീം ചെയ്യാൻ വെക്കാം കേട്ടോ. ആദ്യം ഒരു പാത്രം എടുക്കുക. ഇതിലോട്ട് 1 കപ്പ് മൈദാപ്പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ഗോതമ്പ് പൊടി എടുത്താലും മതി. ഞാനിപ്പോൾ ഇത് മൈദയിലാണ് ഉണ്ടാക്കുന്നത്. മൈദയിലാകുമ്പോൾ ഒന്നും കൂടി നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈദ തന്നെ എടുത്തിട്ടുള്ളത്. ഇതിലൊരു 1/4 ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഓയിലും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പുട്ടുപൊടിക്ക് നനയ്ക്കുന്നത് പോലെ കിട്ടണം നമുക്ക് ഈ ഓയിൽ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും. ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതാ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ കിട്ടണം. അതിനായിട്ടാണ് ഓയിൽ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. വെള്ളത്തിൻ്റെ അളവ് ഞാനിപ്പോൾ പറയുന്നില്ല ഇതിലോട്ട്. അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം മാത്രം എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഞാനിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള കിഴങ്ങ് എന്തായി നോക്കാം. അതുവരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് ഉടച്ചെടുക്കണം. ഒട്ടും കട്ടകളില്ലാതെ വേണം ഒന്ന് ഉടച്ചെടുക്കാനായിട്ട്. ചൂടോടെ ഉടച്ചെടുത്താൽ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും. അതിനായിട്ടാണ് ഞാനിപ്പോൾ ചൂടോടെ തന്നെ ഒന്ന് ഉടച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഉരുളക്കിഴങ്ങ് എടുത്താലും മതി. ഇതിന് എടുക്കണമെന്നില്ല. ഇതുണ്ടെങ്കിൽ ഇതെടുത്തോളൂ കേട്ടോ. അപ്പോൾ അതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കാരണം നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ്. ഇപ്പോൾ ഇത് കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു അല്പം ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പില. ഇതിന് പകരം നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ മല്ലിയിലയും ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പ്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിത് ഇവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ഡോ എടുക്കാം. ഇനി നമുക്ക് 2 പോർഷനാക്കിയിട്ട് മാറ്റാം. ഇതിനെ ഒരേപോലത്തെ 2 ബോളാക്കിയിട്ട് മാറ്റണം. തുല്യ അളവിൽ എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് പരത്തിയെടുക്കണം. ഇതിലോട്ട് ഒരല്പം മാവ് തൂവി കൊടുക്കാം. ഒരല്പം പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് പരത്തിയെടുക്കാൻ നല്ല ഈസി ആയിരിക്കും. അങ്ങനെ ഇപ്പോൾ ഇതാ ഞാനങ്ങനെ 2 എണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. ഒരേ കനത്തിൽ ഒരേ വലുപ്പത്തിലാണ് ഞാനിപ്പോൾ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കിഴങ്ങ് മസാല ഇതിന് മുകളിലോട്ടായിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് വെച്ച് കൊടുക്കാം. കൈ കൊണ്ട് അതൊന്ന് വെച്ച് കൊടുക്കണം. എല്ലായിടത്തും ഒരേപോലെ ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ കോല് കൊണ്ട് ഒന്നും കൂടി ഇങ്ങനെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് മസാല വീഴാതെ അവിടെ തന്നെ ഇരുന്നോളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാൻ പറയുന്നത്. അതിനുശേഷം നമുക്ക് നേരത്തെ പരത്തി വെച്ചിട്ടുള്ള 2ാമത്തെ ചപ്പാത്തി ഉണ്ടല്ലോ, അത് ഇതിന് മുകളിലോട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് ഒന്നും കൂടി ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. നല്ല രീതിയിൽ ലോക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ടാക്കി കളഞ്ഞിട്ട് ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കാം. 4 അറ്റവും ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞ് എന്താ പറയുക സ്ക്വയറാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ആദ്യം ഒന്ന് നീളത്തിൽ കത്തിക്കൊണ്ട് കട്ടാക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഇങ്ങനെയും ഒരു വിരലിട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ 2 അറ്റവും ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. നല്ല രീതിയിൽ ഒട്ടിയതിന് ശേഷം ബാക്കി 2 അറ്റവും പുറകിലോട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഷേപ്പിൽ കിട്ടും. ഒന്നും കൂടി കാണിച്ചു തരാം. പുതുതായിട്ട് ആരെങ്കിലും കണ്ടിട്ട് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും കൂടി കാണിക്കുന്നത്. ഇങ്ങനെ 2 അറ്റവും പിടിക്കുക. ബാക്കിയുള്ള 2 ബാക്കിലോട്ടാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഷേപ്പ് കിട്ടും. ബാക്കിയുള്ളതെല്ലാം കൂടി ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ മുഴുവനും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓയിൽ ചൂടാക്കാൻ വെക്കാം.
ഓയിൽ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ്, വെറൈറ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം ഒന്നിങ്ങനെ ഗോൾഡൻ കളറാക്കി എടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഉൾവശം വെന്ത് കിട്ടില്ല വലിയ തീയിലിട്ട് കൊടുത്താൽ. ഇപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കോരി മാറ്റാം. ഒട്ടും തന്നെ ഓയിലൊന്നും കുടിക്കുന്നില്ല ഇത്. ബാക്കിയുള്ളതെല്ലാം കൂടി ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടാറിയതിന് ശേഷം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. ഇത് നല്ല ചൂടായതിൻ്റെ പേര് ആദ്യം ഒന്ന് സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഞാനെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്, വെറൈറ്റിയാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാലും ലൈക്ക് തരാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.